മറ്റു വാർത്തയിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡുമായി പോയ ടിപ്പറിൽ നിന്ന് കല്ല് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത്. 4ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു. അപകടത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തുറമുഖ കവാടം ഉപരോധിച്ചിരുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഇപ്പോഴും അവിടെ വിഴിഞ്ഞത്ത് ഉപരോധവും പ്രതിഷേധവും തുടരുകയാണോ? എപ്പോഴായിരുന്നു അനന്തുവിന്റെ മരണം? വിഴിഞ്ഞത്തെ ഉപരോധവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന് അവസാനിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് 12:50 രാവിലെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 27 വയസ്സുകാരൻ അനന്തു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് രാവിലെ അനന്തുവിന് അപകടമുണ്ടായ സ്ഥലത്താണ്. നമുക്ക് ആദ്യം അനന്തുവിന്റെ വാഹനത്തിന്റെ ഒരു അവസ്ഥ കാണാം. അനന്തു രാവിലെ ഇരുചക്ര വാഹനത്തിൽ വരുമ്പോഴാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോഡുമായി പോയ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് അപകടമുണ്ടായത്. അനന്തുവിന് 27 വയസ്സുകാരനാണ്. അനന്തു സ്വകാര്യ കോളേജിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ്. ഈ കാണുന്ന ഒരു ഇരുചക്ര വാഹനത്തിലാണ് അനന്തു ഈ ടിപ്പറിന് എതിർവശത്തായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഈ റോഡിൽ ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ ടിപ്പർ ചാടുകയും അതിൽ നിന്ന് കല്ല് തെറിച്ച് അനന്തുവിന്റെ ശരീരത്തേക്ക് വന്ന് വീഴുകയുമായിരുന്നു. അനന്തുവിന്റെ ശരീരത്തിലേക്ക് ഈ വീണ കല്ല് നമുക്ക് അതിന്റെ കൂടി ദൃശ്യങ്ങൾ കാണാം. അത്യാവശ്യം വലിയ കല്ല് തന്നെയാണ്. ഇത് നേരത്തെ ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് കിടന്നിരുന്നത്. പിന്നീട് ഇത് മറ്റാരും റോട്ടിൽ നിന്ന് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിനുള്ളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രയും ഭാരമുള്ള ഏതാണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഏതാണ്ട് ഒരു 10-20 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഒരു കല്ല് തന്നെയാണ് ഈ അനന്തുവിന്റെ ശരീരത്തിലേക്ക് വന്ന് വീണത്. തലയ്ക്കും കഴുത്തിനും കൈക്കും കാലിനും എല്ലാം അനന്തുവിന് സാരമായി പരിക്കേറ്റിരുന്നു. അനന്തുവിന്റെ കൈയും കാലും ഒടിഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ അടുത്തുള്ള ആളുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് നമുക്ക് ഈ റോഡ് കാണാം. നിരന്തരം വാഹനങ്ങൾ എപ്പോഴും പോകുന്ന ഒരു വഴിയാണ്. ഏത് സമയത്തും നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തിരുവനന്തപുരം വിഴിഞ്ഞം ബാലരാമപുരം റോഡാണ്. ഈ റോഡിന്റെ ഒരു ഭാഗം ഒരു സൈഡിലായിട്ട് ഒരു കുഴിയുണ്ട്. ആ കുഴി ഇപ്പോൾ ഒരു വാഴ വെച്ച് ആ വഴി അങ്ങ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം അത്രമാത്രം നിരന്തരം വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് ആ കുഴിയിൽ ചാടാതിരിക്കാനായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വാഴ വെച്ച് മറച്ചിരിക്കുന്നത്. ചേട്ടാ, ഇന്ന് രാവിലെ എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ കല്ല് ലോറി ഇവിടെ വന്നതും ആ പയ്യൻ അവിടെ നിന്ന് വന്നതും ഈ കല്ല് ചെറവി തലയിൽ കൂടി ഹെൽമെറ്റ് പൊട്ടി വന്ന് ആ ബാലൻസ് തെറ്റിയപ്പോൾ നമ്മളെ മതിലാണ് ഇടിച്ചത്. അനന്തു ഇവിടുന്ന് ബൈക്ക് കൊണ്ട് വരുന്നു, ലോറി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഈ ലോറി കുഴിയിൽ വീണപ്പോഴാണോ കല്ല് തെറിച്ച് അനന്തരത്തേക്ക് വീണത്? അതാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു ടയറ് ബാക്കിലെ ഒരു ടയറ് ആ കുഴിയിൽ വീഴുന്നിരിക്കും. അപ്പോഴും ഒന്ന് കിടച്ചു. അപ്പൊ ഈ കല്ല് ചരവി വീഴുന്നു. കല്ല് കണ്ടില്ലേ? അതാണ്. ഈ അനന്തുവിനെ പരിക്കേൽക്കുന്ന സമയത്ത് ചേട്ടൻ കണ്ടിരുന്നോ? അനന്തു ഞങ്ങളല്ലേ വെള്ളമൊക്കെ കൊടുത്തത്. എങ്ങനെയായിരുന്നു അനന്തിന്റെ കണ്ടീഷൻ? എങ്ങനെയായിരുന്നു? ബ്ലഡ് മൂക്കി കൂടി വായി കൂടി ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പൊ തന്നെ ഈ പരിക്കേറ്റ സമയത്ത് തന്നെ അനന്തു ശരിക്കും ഉണ്ടായിരുന്നു, ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു. നമ്മൾ വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു. ഉടനെ തന്നെ 108 ആംബുലൻസ് വന്ന് അതിൽ കയറ്റി കൊണ്ടുപോയി. ഇവിടെ ഈ നിരന്തരം ഇപ്പോൾ നേരത്തെ തന്നെ സർക്കാരിന്റെ റൂൾ ഉള്ളതാണ്, രാവിലെ 7 മണി മുതൽ 10 മണി 11 മണി വരെ സ്കൂൾ ടൈമിലൊന്നും വാഹനം ഓടിക്കരുത്. വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. ഈ ഓവർലോഡ് കയറ്റി വരണതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? സർക്കാർ എന്തെങ്കിലും സംവിധാനം? അത് പോലീസിന്റെ ഇതല്ലേ? ഈ ഓവർലോഡ് കയറ്റി വന്ന കല്ലാണ്, അതാണ് ചെറിയ ഒരു സുരക്ഷയുമില്ലാതെ ലോറിയിൽ കുത്തി നിറച്ച് കുറെ കല്ല് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ട് വീണപ്പോഴത്തേക്കും തെറിച്ച് വീണു. അപ്പോൾ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ വണ്ടി പോകാൻ അവസരം ഒരുക്കുന്നാണ് പറയുന്നല്ലേ? അത് മാത്രമല്ല, ഇവിടെ ഞങ്ങൾക്കാർക്കും കിടക്കാനും നോക്കില്ല. ഇത് തുടങ്ങിയതിന് ശേഷം പൊടി ഈ സിമന്റ് കുഴക്കുന്ന വാഹനങ്ങളും നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ ടെപ്പാപ്പാട് കയറ്റിക്കൊണ്ടുപോണ ഈ ലോറി പോണ ഈ പൊടി ശല്യം ഭയങ്കരമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സുരക്ഷയും പാലിക്കാതെയാണ് ഈ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതാണ് നിങ്ങളുടെ പ്രശ്നമല്ലേ? അതാണ് ഈ അപകടത്തിന് കാരണം. അതായത് ഇവിടെ ഒരു വാച്ചർ പോലും ഇല്ല, ഇവിടെ ഒരു വാച്ച്മാൻ പോലും ഇല്ല. അങ്ങനെയാണ് ഈ സംഭവിച്ചത്. ഇത് പയ്യൻ നല്ല 24 വയസ്സുള്ള പയ്യൻ. ഈ പയ്യൻ മുക്കോലയിലുള്ളത്. നാട്ടുകാരനായ ഒരു യുവാവാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചത്. അപ്പോ അതല്ല, ഇത് രണ്ടാമത്തെ സംഭവമാണ് ഇവിടെ. വേറെ ഏതാണ്ട് ഈ വീട്ടിലുള്ള ഒരു സ്ത്രീ ബൈക്ക് ഓട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ബാലതാരത്തിന് ടക്കർ തട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞ ആഴ്ച. അത് ഞാൻ തന്നെ എടുത്ത്. ചേട്ടൻ ഞാൻ മരിച്ച അനന്തുവിനെ വ്യക്തിപരമായിട്ട് അറിയാവോ? അത്ര പരിചയമില്ല. അപകടം പറ്റി കിടക്കുമ്പോഴാണ് കാണുന്നതല്ലേ? അവനറിയാം, ഈ വീട്ടുകാരനറിയാം, അവന് വ്യക്തിപരമായിട്ട് അറിയാം. അവന്റെ ഈ പെണ്ണിന്റെ ഒരു ബന്ധുവാണ് അവന്റെ അനിയൻ തട്ടിയിട്ട്. ദിവ്യ, രാവിലെ അനന്തുവിന് പരിക്കേറ്റപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ അനന്തുവിന്റെ ബന്ധുവിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് തേടാം എന്ന് കരുതുന്നു. എന്തായാലും യാതൊരു സുരക്ഷയും പാലിക്കാതെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. ചേട്ടൻ അനന്തുവിന്റെ ബന്ധുവാണോ?
പയ്യന്റെ ബന്ധം ഇത് എന്താ അങ്ങനെ സംഭവിച്ചേ? സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഈ ഓവർലോഡ് കയറിപ്പോയ വണ്ടിയിൽ നിന്ന് കല്ല് വന്ന് വീണാണ്, ദേഹത്ത് വീണു. അവന്റെ ഇത് മൈൻഡ് തെറ്റി വന്ന് ഇടിച്ചാണ് മരിച്ചത്. അനന്തു ചേട്ടൻ ആരാണ്? എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ അനിയത്തിയുടെ മോനാണ്. ഈ അനന്തു കോളേജിൽ പോകാൻ വേണ്ടിയാണോ കോളേജിൽ വന്നത്? പോകാൻ വേണ്ടി ഇവിടെ വന്നിട്ട് എന്നെ പോകണം മിക്കവാറും. ഇവിടേക്ക് വരാൻ വേണ്ടിയാണോ അനന്തു രാവിലെ ഇങ്ങോട്ട് വന്നത്? കോളേജിൽ പോകാൻ വേണ്ടി വന്നതാണ്. അനന്തു എന്താണ് പഠിക്കുന്നത്? എവിടെയാണ് പഠിക്കുന്നത്? ദന്ത ഡോക്ടറേറ്റ് 3-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷം കൂടെ പഠിച്ചാൽ മതിയായിരുന്നു. 2 വർഷം കൂടെ പഠിച്ചാൽ മതി. ഈ അപകടത്തിന് കാരണം ഈ നിരന്തരം വാഹനങ്ങൾ ഇങ്ങനെ ഈ സമയത്ത് സമയക്രമം പാലിക്കാതെ വാഹനങ്ങൾ പോകുന്നതാണോ? അവർക്ക് 30 സ്കൂൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ 60-70 പോണത്. അതെനിക്ക് അവർ പാസ് വാങ്ങിച്ചിട്ടുള്ള വണ്ടിയും പാസ് ഇല്ലാത്ത വണ്ടിയും പോകുന്നുണ്ട്. അങ്ങനെയാണ് അപകടം പറ്റിയത്. ഇവിടെ കിടന്ന് ഈ കല്ല് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടത്? മാറ്റിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കള്ളത്തരം കാണിക്കും. എനിക്കറിയാം, ഒരു ചെറിയ കല്ല് വലിയ കല്ല് വീണാൽ അവർ ചെറുതാക്കും. അത് പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കല്ലെടുത്തൂടെ കൊണ്ടുവച്ചത്. അത് ഇനി വരുന്നവർക്കല്ലേ ഈ കല്ല് കാണിച്ചു കൊടുക്കും. അതിനുവേണ്ടി കൊണ്ടുവച്ചൊക്കെയാണ്. ഒട്ടും ചെറിയ കല്ലല്ല, നല്ല വെയിറ്റ് ഉള്ള കല്ല് തന്നെയാണ്. 20 കിലോയ്ക്കകത്ത് വരും. അത് പൊക്കത്തുനിന്ന് വീഴുമ്പോൾ നമുക്കൊരു 100 കിലോ വീഴുമ്പോൾ തോന്നും. ഈ അനന്തു ഈ പരിക്കേറ്റ സമയത്ത് ചേട്ടനോട് ഉണ്ടായിരുന്നോ ഇങ്ങനെ ഈ അപകടം നടക്കുമ്പോൾ? ആക്സിഡന്റ് നടക്കുമ്പോൾ ഞാൻ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു. സൗണ്ട് ഇട്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. സ്വന്തം ബന്ധുവാണെന്ന് അറിയുന്നത്. എന്തുവാണെന്ന് ഞാനും അറിഞ്ഞില്ല. എന്റെ ഭാര്യ ഇറങ്ങിയപ്പോഴാണ് അവളാണ് കണ്ടത് ഇവനാണെന്നുള്ളത്. എടുക്കുമ്പോൾ ഒരു ചോരയിൽ കുളിച്ചായിരുന്നു. അവളെ മടിയിലാണ് എടുത്തിരുന്നത്. അനന്തുവിന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളേ? അതെ, അനന്തുവിന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അനന്തുവിന്റെ അച്ഛൻ ഗൾഫിലാണ്. അമ്മ, സഹോദരി, അവന്റെ അമ്മയുടെ അച്ഛൻ, അമ്മ, എല്ലാവരും ഉണ്ട് അവിടെ. ഇപ്പൊ എല്ലാരും സംസാരിച്ചപ്പോ എല്ലാരും പറയുന്നത് ഒരു സമയക്രമവും ഒരു സുരക്ഷയും പാലിക്കാതെ നിരന്തരം ഈ ലോറികൾ പോകുന്നു. പൊക്കോണ്ടിരിക്കൊണ്ടാണ് ഈ അപകടം കൂടുന്നത്.